വെൽക്കം ടു സൈക്കോ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമ്മിന്റെ ഒരു കോഴ്സാണ്. ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ ബിഹേവിയർ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 4th സെമ്മില് സോഷ്യൽ സൈക്കോളജിയിൽ വരുമ്പോൾ സോഷ്യൽ സൈക്കോളജി ബിഹേവിയർ ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു പാർട്ടാണ്. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, ഒരു ഓവർവ്യൂ ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോ നമുക്കറിയാം സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ സൈക്കോളജിയിൽ നിന്നും ബാക്കി എല്ലാ സ്ട്രീംസ് ഓഫ് സൈക്കോളജിയിൽ നിന്നും കുറച്ചും കൂടി ഒരു റിയൽ ലൈഫിലോട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏറ്റവും അടുത്ത് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളും അതിലത്തെ തിയറീസും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിയിലുള്ളത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്. മെയിൻ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യാൻ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സോഷ്യൽ സൈക്കോളജി ആണ്. അപ്പൊ നമുക്കറിയാം ബാക്കിയുള്ള സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്ന പോലെ അല്ല സോഷ്യൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നേക്കാൻ കേട്ടോ. അപ്പൊ കാരണം നമ്മളൊരു അബ്നോർമൽ ക്ലിനിക്കലൊക്കെ പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് എന്താ ഈ പ്രേതബാധ അങ്ങനെ ഒരു ആൻഷ്യൻ ഹിസ്റ്ററി വന്നിട്ട് പിന്നെ അതൊരു മെന്റൽ ഡിസോർഡേഴ്സ് കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് വരിക ചെയ്തെങ്കിൽ സോഷ്യൽ സൈക്കോളജി ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിക്കാണ് വന്ന് തുടങ്ങിയത്. കുറെ ഒരു ഗ്രൂപ്പുകളിലും സൊസൈറ്റിയിലൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്ത് അങ്ങനെയാണ് ഒരു ബിഹേവിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോ അതിനുശേഷം ഡെഫിനേഷൻ സ്പെഷ്യലൈസേഷൻ എടുത്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ സ്കോപ്പ് ഉണ്ടാവും, എന്തൊക്കെയാണ് ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ എടുത്ത് പഠിക്കുന്നത്. പിന്നെ അടുത്തൊരു സെക്ഷൻ തന്നെ വേണമെങ്കിൽ പറയാം ഫസ്റ്റ് യൂണിറ്റിന്റെ മെത്തേഡ്സ്. ഇപ്പൊ സോഷ്യൽ സൈക്കോളജി ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആ ഒരു രീതിയിൽ പറയുന്നത്. ഞാനിപ്പോ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ എന്നുള്ള പോലെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിൽ ജസ്റ്റ് ഒരു ഒറിജിനും ഡെഫിനിഷനും സ്കോപ്പും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് വാട്ട് ഈസ് സോഷ്യൽ സൈക്കോളജി എന്ന് നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി വന്നത്, എന്താണ് സോഷ്യൽ സൈക്കോളജി, ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നിങ്ങളുടെ കാലിക്കറ്റ് എന്ന് പറയുന്നത് ന്യൂ സിലബസ് ആണ്. അപ്പൊ പണ്ടത്തെ പോലെ അല്ല, ന്യൂ സിലബസ് ആണ്. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾസും പ്രാക്ടിക്കൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. തിയറി മാത്രമല്ല, ഒരു റിയൽ ലൈഫ് കാര്യങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പ്രാക്ടിക്കൽ ചിന്താഗതിയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുക എക്സാമ്പിൾസ് ഒക്കെ. സോഷ്യൽ സൈക്കോളജി മെയിനായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു സൈക്കോളജി ഫീൽഡും ബ്രാഞ്ചിനാണ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു പോവാം. ഓക്കെ, അപ്പോ നമ്മളിൽ എന്താ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് സോഷ്യൽ സൈക്കോളജി എന്താണെന്നാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ബാക്കിയുള്ള സൈക്കോളജിയിൽ നിന്ന് എന്തിനാ സോഷ്യൽ സൈക്കോളജി? അപ്പൊ നമുക്കറിയാം ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ബീങ്സ് ആണ്. നമുക്കിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്താ കൂട്ടുകാർ വേണം, ഫ്രണ്ട്സ് വേണം, റിലേറ്റീവ്സ് വേണം, സൊസൈറ്റി വേണം, എല്ലാം വേണം. ഇപ്പൊ നമ്മൾ ഈ ന്യൂജൻ വർത്താനായിട്ട് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് സൊസൈറ്റി വേണ്ട, എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കുറച്ചൊരു പരിധി വരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റുള്ളവരാണ്, മറ്റുള്ളവരുടെ ചിന്താഗതികളും മറ്റുള്ളവരുടെ ഗ്രൂപ്പ്, നമ്മൾ ആ ഒരു ഏത് ഗ്രൂപ്പിലാണോ വരുന്നത്, അതുപോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കൾച്ചർ എല്ലാം നമ്മളെ ഒരു ഹ്യൂമൻ എന്ന നിലയ്ക്ക് നമ്മുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിനെയും തോട്ട്സിനെയും പെർസെപ്ഷനും അടക്കം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ സൊസൈറ്റി ഒരു സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ആവുന്നത്, എങ്ങനെയാണ് നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി നമ്മൾ മെയിൻ ആയിട്ട് കൺസേൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ഈ സ്റ്റീരിയോടൈപ്പ് പ്രെജുഡൈസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരാളെ കാണുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റീരിയോടൈപ്സും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെന്നപ്പെടുമ്പോൾ ആ ഗ്രൂപ്പിന്റെ ചിന്താഗതികൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. അപ്പോ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ഫസ്റ്റത്തെ ഒരു ജനറൽ വാട്ട് ഈസ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, within the context of psychology, social psychology is a scientific study of how people's thoughts, feelings, behavior are influenced by actual, imagined or implied presence of others.
സോ ഇതിൽ പറഞ്ഞേക്കുന്നത് പോലെ ഒരു സൈക്കോളജി കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നമ്മളൊരു പേഴ്സന്റെ ബിഹേവിയർ ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. സൊസൈറ്റിന് എല്ലാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബിഹേവിയർ. ബട്ട് ഇൻ ദ സൊസൈറ്റി, വിത്തിൻ ദ സൊസൈറ്റിയിൽ ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ്? ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നുണ്ട് തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ. ഈ 3 സംഭവങ്ങളും എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ ഒരു പ്രസൻസ്, മേ ബി നമുക്ക് ഡയറക്റ്റ് പ്രസൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓക്കെ അവരെന്ത് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് സൊസൈറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ കാരണം നമ്മുടെ ബിഹേവിയറും തോട്ട്സും ഫീലിങ്സും ഒക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ പ്രസൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പ്രസൻസ് മേ ബി ഇമാജിൻഡ് ആവാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളായിരിക്കാം. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പൊ ഇത് മെയിൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ബീങ്സ് ആണ്. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ എന്നുള്ള സംഭവം നമുക്ക് ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ജീവിക്കാനോ കാര്യങ്ങളോ ഹാപ്പി ആയിട്ട് നടക്കില്ല. മേ ബി നമുക്ക് പറ്റുമായിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അതാണ് നമുക്ക് ഒരു പരിധി വരെ സപ്പോർട്ടും കാര്യങ്ങളും തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ പ്രസൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ ഈ കണ്ടിട്ടില്ലേ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ലെ, മെയിൻ ആയിട്ട് ഒരു ടീനേജ് പ്രായത്തിലൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മള് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്തേ ഇവരൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് നന്നായി പെരുമാറാൻ ശ്രമിക്കും. നമ്മൾ ഞാൻ പ്രകാശ് എന്ന് പറഞ്ഞ സിനിമയില് നമ്മളൊരു സംഭവം കണ്ടിട്ടുണ്ട്. ഫുഡിനെ കഴിച്ചുകൊണ്ടിരിക്കുക, വലിച്ചു വാരിങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ക്യാമറ വരുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കര ഡീസന്റ് ആയി നമ്മള് അങ്ങനെ കഴിക്കും. അതുപോലെ തന്നെ മറ്റുള്ള കണ്ണുകൾ നമ്മളിലോട്ട് എത്തുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക് നമ്മുടെ ബിഹേവിയറും ആക്ഷൻസും ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഡിസിപ്ലിൻ ആയിട്ട് മാറിയത് ഒരു ഹ്യൂമൻ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഒരു സോഷ്യൽ സെറ്റിംഗിൽ ഹ്യൂമൻ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഈ ഡിസിപ്ലിൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിയുടെ ജസ്റ്റ് ഒരു വൺ വേർഡിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ഇമാജിനോട് ഇംപ്ലൈഡ് പ്രസൻസ് നമ്മുടെ ബിഹേവിയറിനെ, തോട്ട്സിനെ, ഫീലിങ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ സ്റ്റഡിയാണ് സോഷ്യൽ സൈക്കോളജി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ അടുത്തത് ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്നുള്ള നിലയ്ക്കാണ്. ഡെഫിനിഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓതറിന്റെ പേര്, ഇയർ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയും കാര്യങ്ങളൊക്കെ ഡെഫിനിഷനിൽ വേണം. നിങ്ങൾ എപ്പോഴും ഏതൊരു ബ്രാഞ്ച് പഠിക്കുകയാണെങ്കിലും അതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് 1 ഡെഫിനിഷൻ നമ്മൾ ബൈ ഹാർട്ട് ആയിരിക്കണം. എപ്പോൾ എവിടെ ചോദിച്ചാലും ഏത് ബ്രാഞ്ചാണോ നമ്മൾ പഠിക്കുന്നത് അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചു. കാരണം ഏതൊരു ക്വസ്റ്റ്യനിലും അല്ലെങ്കിൽ ഏതൊരു ഇന്റർവ്യൂവിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് 1 or 2 നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ അബ്നോർമൽ സൈക്കോളജി ആയാലും സോഷ്യൽ സൈക്കോളജി ആയാലും വെറും സൈക്കോളജി എല്ലാത്തിനായാലും ഡെഫിനിഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ 3 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും എന്താണോ കുറച്ചുകൂടി കംഫർട്ടബിൾ എന്നുള്ള നിലയ്ക്ക് അത് പഠിച്ചു വെക്കുക. വലുതോ ചെറുതോ നോക്കണ്ട, എല്ലാ ഡെഫിനിഷൻസിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ആൾപോർട്ടാണ്. ആൾപോർട്ടാണ് ഏറ്റവും ഒരു പഴയ ഒരു ഡെഫിനിഷൻസ് സോഷ്യൽ സൈക്കോളജിക്കൽ ബേസ് കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൾപോർട്ടിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് സൈക്കോളജിയില്? Social psychology is best defined as the discipline that uses scientific method in an attempt to understand and explain how the thoughts, feelings and behavior of an individual are influenced by actual imagined or implied presence of other human beings. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ അതൊരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതിയെന്ന് മാത്രം. നമ്മൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ എന്തായാലും ഓതറിന്റെ പേരും ഇയറും ആ കറക്റ്റ് എന്താണോ അതിൽ എഴുതിക്കണം അത് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഡെഫിനേഷനിൽ ശ്രമിക്കല്ല, അങ്ങനെ തന്നെ എഴുതണം. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം ബാക്കി നമുക്ക് വേണം നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊടുത്താലും ഡെഫിനേഷൻസ് കറക്റ്റ് അതുപോലെ തന്നെ എഴുതണം. അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻ, ഒരു സയന്റിഫിക് മെത്തേഡ് ആണ് സോഷ്യൽ സൈക്കോളജി. അത് എന്തിനു ഉപയോഗിക്കുന്നു? മറ്റുള്ള ഒരാളുടെ ബിഹേവിയറും തോട്ട്സും കാര്യങ്ങളൊക്കെ വേറൊരാളുടെ പ്രസൻസിൽ എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മേയറും സ്പിഗ്നറും 2006 കൊടുക്കുന്ന ഡെഫിനേഷൻസ് എന്താണ്? സോഷ്യൽ സൈക്കോളജി ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ തിങ്ക് അബൌട്ട് ഇൻഫ്ലുവൻസ് ആൻഡ് റിലേറ്റഡ് ടു വൺ അനദർ. മറ്റത് കുറച്ചുകൂടി ഒരു പഴയ ഡെഫിനേഷൻസ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ന്യൂ ഡെഫിനേഷൻസ് 20s വന്ന ഡെഫിനേഷൻസ് ആണ്. അതിൽ പറയുന്നത് എന്താ? ഇതൊരു സയന്റിഫിക് സ്റ്റഡി ആണ്. എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി ബാക്കിയുള്ള ഒരു കാര്യം ഇൻഫ്ലുവൻസ് ആവുന്നതും എങ്ങനെയാണ് നമ്മളത് ബാക്കിയുള്ളവരുടെ റിലേറ്റ് ചെയ്യുന്നതും എന്നാണ് ഇതിൽ പറയുന്നത്.
ബാരോൺ ആൻഡ് ബൈയർ 2007 പറഞ്ഞത് സോഷ്യൽ സൈക്കോളജി ആസ് എ സയന്റിഫിക് ഫീൽഡ് ദാറ്റ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചർ ആൻഡ് കോസസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് തോട്ട്സ് ഇൻ സോഷ്യൽ സിറ്റുവേഷൻ. ഇത് കുറച്ചുകൂടി നമുക്ക് റിലേറ്റ് ആകാൻ പറ്റും. നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ബിഹേവിയറിന്റെ കോഴ്സും തോട്ട്സും എങ്ങനെയാണ് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ഇപ്പൊ ഞാൻ പറയാനും നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ ഇരിക്കണ പോലെയല്ല, ഒരിക്കലും വീട്ടിൽ നമ്മൾ അമ്മോടോ അച്ഛനോടോ പെരുമാറുന്ന പോലെയല്ല ഒരു പുറത്തൊരു സിറ്റിംഗ്സിൽ നല്ല ഇന്റർവ്യൂലോ അല്ലെങ്കിൽ കുറച്ചൊരു ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പെരുമാറുക. ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരനുസരിച്ച് നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരിക്കലും ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ആ ഇൻഫ്ലുവൻസും ആ ഒരു വ്യത്യാസങ്ങളിലൊക്കെ എന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ പഠിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കാൻ പോണ കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സും കാര്യമാണ് ഇവിടെ അടിയിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ അറിയണം എന്തൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. അപ്പൊ അതിൽപോലെ തന്നെ ഈ ഡെഫിനിഷൻസിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെക്കാം. അതിലത്തെ ഓതറിന്റെ പേരും ഇയറും ആ ഡെഫിനിഷനും അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂസ്. അപ്പൊ മെയിൻ ആയിട്ട് സോഷ്യൽ തിങ്ക്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ റിലേഷൻ, ഇതൊക്കെയാണ് ഇത് ഈ ഒരു സോഷ്യൽ സൈക്കോളജി ഫീൽഡ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുക. അപ്പൊ സോഷ്യൽ തിങ്കിങ്ങില് പെർസെപ്ഷൻസ്, ബിലീഫ്സ്, ജഡ്ജ്മെന്റ്സ്, ആറ്റിറ്റ്യൂഡ്സ് അതൊക്കെയാണ് വരുന്നത്. നമ്മുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള പെർസെപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഇൻഫ്ലുവൻസ് നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിംഗ്സ്, അതിൽ വേണ്ട കൺഫോമിറ്റി, കംപ്ലൈൻസ്, ഒബീഡിയൻസ്, പെർസൺസ് ഒക്കെയാണ്. പിന്നെ സോഷ്യൽ റിലേഷൻ നമ്മൾ ബാക്കിയുള്ളവരെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, പ്രെജുഡൈസ്, അഗ്രഷൻ, അട്രാക്ഷൻ, ഇന്റിമസി, ഹെൽപ്പിംഗ്, ഇങ്ങനത്തെ ഒക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സോഷ്യൽ സൈക്കോളജി നന്നായി പഠിക്കാൻ. റിയൽ ലൈഫ് സെറ്റിംഗ്സിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു ഫീൽഡാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് കുറച്ചുകൂടി നോക്കാം, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, എന്താണ് സംഭവം. ഞാനിപ്പോ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ അത് പഠിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും പഠിക്കുക അതിനെ പറ്റിയിട്ട്, എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുക. നമ്മൾ ജസ്റ്റ് സോഷ്യൽ സൈക്കോളജിന്റെ ഒരു ബേസ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നമ്മുടെ ഒരു ബിഹേവിയർ, ദി ഇമ്പാക്ട് ഓഫ് വൺ ഇൻഡിവിജ്വൽ ഓൺ അനദേഴ്സ് ബിഹേവിയർ ആൻഡ് ബിലീഫ്. എന്റെ വേറൊരാളുടെ ബിഹേവിയറിലും ബിലീഫിലും എന്റെ ഇമ്പാക്ട് എന്താണ്. ജസ്റ്റ് ഞാനും വേറൊരാളും ആരുണ്ട്. ഇതാണ് ഇവിടെ എക്സ് എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ടോ, എക്സ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഞാൻ, ഇതെന്ന് പറയുന്നത് വേറൊരാള്. എന്റെ ബിഹേവിയർ എങ്ങനെ വേറൊരാളുടെ ബിഹേവിയറിലും ബിലീഫിലും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഇപ്പോ നമുക്ക് ഡിഫറെന്റ് റിലീജിയൻ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ലൈക്ക് ഗുഡ് തിങ്, സെക്യുലർ കൺട്രി ഗുഡ് തിങ് ആണ്. അപ്പോൾ ഡിഫറെന്റ് റിലീജിയനുള്ള ഫ്രണ്ട്സും നമുക്കുണ്ടാവും. അതുപോലെ ഡിഫറെന്റ് സ്ലാങ്ങിലുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടാവും, ഡിഫറെന്റ് ബിലീഫ്സിലുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നമുക്കൊരു ഫ്രണ്ട് കിട്ടി. ഇപ്പൊ ഞാനൊരു മുസ്ലിം ആണ്, എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ട് ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും അവരുടെ ബിഹേവിയർ, ഫോർ എക്സാമ്പിൾ സ്ലാങ്, ആ സ്ലാങ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഷെയർഡ് ഫീലിങ്സും തോട്ട്സും ഒക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ അത് ഒരു ഗുഡ് സെൻസിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സെൻസ് ഓഫ് ഫീലിംഗ് അല്ലെങ്കിൽ സെൻസ് ഓഫ് യൂണിറ്റി എന്നുള്ള സംഭവം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, മീൻസ് ഗുഡ് ഇൻഫ്ലുവൻസ്. അപ്പോൾ അതെങ്ങനെയാണ്, ഇപ്പോൾ ഈസിയസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ലാങ് മാറുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ഹോസ്റ്റലിലൊക്കെ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയ ഒരു വർത്താനം ആയിരിക്കില്ല തിരിച്ചു വരുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പൊ വീട്ടുകാരിക്കും ഇതിന്റെ വർത്താനത്തിന് എന്ത് പറ്റി, എവിടെ നിന്റെ സ്ലാങ് എന്ത് ഇങ്ങനെ എന്ന് ചോദിക്കും. അപ്പൊ ഫസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ആണ് ആ ഈ ഒരു കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് ഒരു സെൻസിൽ, ഇൻഡിവിജ്വൽ എന്നുള്ള സെൻസിലാണ് ഇവിടെ പറയുന്നത്. ഞാനും വേറൊരാളും അയാളുടെ ബിഹേവിയറും ബിലീഫും എന്നിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഫസ്റ്റ് സ്റ്റഡി. ഓക്കെ, സെക്കൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്, ദ ഇമ്പാക്ട് ഓഫ് എ ഗ്രൂപ്പ് ഓൺ എ മെമ്പേഴ്സ് ബിഹേവിയർ ആൻഡ് ബിലീഫ്. ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറിന്റെ ബിഹേവിയറിനും ബിലീഫിനും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പോ ഒരു സൈക്കോളജി ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതിൽ ആ സൈക്കോളജി ക്ലാസ് എങ്ങനെയാണ് അതിലത്തെ ഒരു സ്റ്റുഡന്റിന്റെ ബിഹേവിയറിനെയും ബിലീഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മേ ബി ഇപ്പൊ ഞാൻ ഇതിലത്തെ ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെക്കാം. അപ്പൊ ഞാൻ ക്ലാസ്സിലോട്ട് വന്ന് എനിക്ക് സൈക്കോളജിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല, എനിക്കൊരു ബിഹേവിയറിൽ ചേഞ്ച് വരുന്നത്, ലേണിങ്ങിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ബട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ വന്ന് പെട്ടതിന് ശേഷം
എൻ്റെ ബിലീഫിലും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ചേഞ്ച് വരികയാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്താ നമുക്ക് നമ്മുടെ ബിഹേവിയർ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അഡാപ്റ്റീവായി എടുക്കാൻ പറ്റുന്നുള്ളത് മേ ബി ഞാൻ ആ ഗ്രൂപ്പിൽ വന്നത് കൊണ്ട് മാത്രമായിരിക്കും എനിക്ക് ആ ഒരു ബിലീഫും ബിഹേവിയറും വന്നിട്ടുണ്ടാവുക. അപ്പൊ അതാണ് ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഒരാളെ അതിലത്തെ ഒരു മെമ്പറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡത്തെ കാര്യം. തേർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ദി ഇമ്പാക്ട് ഓഫ് എ മെമ്പർ ഓൺ എ ഗ്രൂപ്പ്സ് ആക്ടിവിറ്റി ആൻഡ് സ്ട്രക്ചർ. നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസും സ്ട്രക്ചറും അതെങ്ങനെയാണ് ഒരു മെമ്പറിനെ ഇമ്പാക്ട് ചെയ്യുക. മറ്റേന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ആ ഗ്രൂപ്പ് എങ്ങനെ അവരുടെ ബിഹേവിയറിനെയും ബിലീഫിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇത് ആ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസും സ്ട്രക്ചറും എങ്ങനെ ആ മെമ്പറിനെ ഇമ്പാക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയും സാധാ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടി. അപ്പോൾ കോൺവെന്റ് സ്കൂളിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും കുറച്ചുകൂടി കൂടുതൽ വരിക. മറ്റേതാണെങ്കിലോ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കുറച്ചുകൂടി ആ ഒരു അങ്ങനത്തെ ഒരു രീതിയായിരിക്കും അതിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മളെന്താ രണ്ട് സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ കാര്യത്തിൽ വ്യത്യാസമില്ലേ? അതിലത്തെ ഓരോരോ മെമ്പറിനെ എടുക്കുമ്പോൾ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ആ ഒരു ആക്ഷനിലും തോട്ട്സിലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. മേ ബി ഗുഡ് ഓർ ബാഡ് ആയിരിക്കാം, രണ്ടിലും ഗുഡും രണ്ടിലും ബാഡും ഉണ്ട്. അങ്ങനെ അതിൽ പക്ഷെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാലാമത്തേന്ന് പറയുകയാണെങ്കിൽ എന്താ ഇമ്പാക്ട് ഓഫ് വൺ ഗ്രൂപ്പ് ഓൺ അനദർ ഗ്രൂപ്പ്സ് ആക്ടിവിറ്റി ആൻഡ് സ്ട്രക്ചർ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ വരുന്നില്ല, മെമ്പേഴ്സും വരില്ല, ബട്ട് ടു ഗ്രൂപ്പ്സ്. രണ്ട് ഗ്രൂപ്പില് അവരുടെ തമ്മിലുള്ള ഒരു ആക്ടിവിറ്റീസും സ്ട്രക്ചറിലും വരുന്നത് എങ്ങനെ അങ്ങോട്ടും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആലോചിക്കുക. നമ്മൾ എപ്പോഴും സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് കണക്ട് ചെയ്ത് ആലോചിക്കണം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു സർക്കിൾ അല്ല, ആ സർക്കിളും രണ്ട് സർക്കിളാണ് രണ്ട് ഗ്രൂപ്പ്സ്. ഈ സർക്കിളിന്റെ ആക്ടിവിറ്റീസും സ്ട്രക്ചറും എങ്ങനെ ഈ സർക്കിളിനെ ബാധിക്കുന്നു. മേ ബി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വയ്ക്കാം. ആ ഗ്രൂപ്പിന്റെ ഒരു ആക്ടിവിറ്റീസും സ്ട്രക്ചറും കണ്ട് മറ്റേ ഗ്രൂപ്പ് എന്തായാലും ഇൻഫ്ലുവൻസ്ഡ് ആവലല്ലേ. നമുക്ക് പല പല ഗ്യാങ്ങും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെന്താ രണ്ട് ഗ്യാങ്ങും ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ല, കുറെ കാലം ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ രണ്ട് ഗ്യാങ് ഉണ്ടെങ്കിലും പരസ്പരം ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. കുറച്ചൊക്കെ നമ്മൾ അവരെ പോലെ ആവലുണ്ട്, അവർ നമ്മളെ പോലെ ആവലുണ്ട്. അവരുടെ ആക്ടിവിറ്റീസും സ്റ്റൈലും കാര്യങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്യലുണ്ട് ഇല്ലേ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പ് എടുക്കാം. ഇപ്പൊ എന്താ ഫസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാഴ്സലോണയും മറ്റേത് ചെൽസി, അങ്ങനെ എന്തെയാന്ന് വിചാരിക്കുക. ഇത് വലിയ വിവരമൊന്നും ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് നന്നായി കളിച്ച് നല്ല സ്ട്രക്ചേർഡ് ആയി പോയി നന്നായി കളിച്ച് നല്ല ഗോളൊക്കെ അടിച്ച് ഇവര് ജയിച്ചെന്ന് വെച്ചാൽ ഒരു കളിയില്. അപ്പൊ അത് അവരെന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. അവർക്ക് ഫസ്റ്റ് വേണമെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കും, അടുത്ത കളിയിൽ അവർക്ക് ജയിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ആ സ്ട്രാറ്റജീസും കാര്യങ്ങൾക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ആക്ടിവിറ്റീസ് വേണ്ടി ഇൻഫ്ലുവൻസ് ആയിട്ട് അവർക്ക് വേണ്ടി ഒന്നെങ്കിൽ വിഷമം വരാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ വരാം. അങ്ങനെ അതൊക്കെ ഒരു ഗ്രൂപ്പ് എന്തായാലും മറ്റേ ഗ്രൂപ്പിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇവിടെ ആ ഒരു ഇൻഫ്ലുവൻസിങ് സ്റ്റൈലാണ് നാലാമത്തായിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ഇതില് അവർ എക്സിന്റെ ആ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കാം. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തിൽ എന്താ, ഒരു ഇൻഡിവിജ്വൽ മറ്റുള്ള ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിലും ബിലീഫിലും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതാണ് ഫസ്റ്റത്തെ എക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുമ്പോൾ ഒരു കൂട്ടം, സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കുക. അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഒരു എക്സിലോട്ടല്ലേ പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതിന് ഒരു മെമ്പറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരുടെ ഒരു ഗ്രൂപ്പിന്റെ ബിഹേവിയറും ബിലീഫും ആ ഒരു മെമ്പറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇതിൽ പുറത്തേക്കുന്നത്. അടുത്തത് എന്താ, ആ ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസും സ്റ്റൈലും ആ മെമ്പറിൽ എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, ആ ഒരു മെമ്പറിൽ എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അടുത്തത് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ഗ്രൂപ്പാണ് കൊടുത്തേക്കുന്നത്. രണ്ട് ഗ്രൂപ്പും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് സോഷ്യൽ സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് എന്നുള്ള സംഭവം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡിവിജ്വൽ, അവരുടെ ബിഹേവിയർ, ഇൻഫ്ലുവൻസ്, ആക്ടിവിറ്റീസ്, സ്ട്രക്ചർ, ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ ഒരു സോഷ്യൽ സൈക്കോളജിയിലെ സെറ്റിംഗ്സിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? അതിനുശേഷം അടുത്ത ഒരു ഇത് വരുന്നത് സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്താ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു കുറേ
ഇപ്പൊ നമ്മൾ എന്താണ് ഇതൊക്കെ പഠിച്ചു, ഡെഫിനേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇതൊക്കെ പഠിക്കുന്നത് ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റിന് മേ ബി നമ്മൾ ഭാവിയിലാവാം. അപ്പോ ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണ്, അപ്പൊ അവരെന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. ജസ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം പോരല്ലോ, എന്തൊക്കെയാണ് നമ്മൾ നോക്കണ്ടേ. ഇപ്പൊ തന്നെ നമുക്കിത് പറഞ്ഞപ്പോ ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്തൊക്കെ ചെയ്യാം. ഫസ്റ്റ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വലിന്റെയും ഗ്രൂപ്പിന്റെയും ആ 4 കൺസേൺസ് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ആ ഒരു ഇൻഡിവിജ്വലിന്റെയും ഗ്രൂപ്പിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ, ദ പ്രോസസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾസ് തമ്മിലുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ പ്രോസസ്സ് മനസ്സിലാക്കുക. എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുക. തേർഡ് നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ദ പ്രസൻസ് ഓഫ് അതർ സോഷ്യൽ ബിഹേവിയർ. നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ പ്രസൻസിൽ എങ്ങനെയാണ് അത് ചേഞ്ചസും കാര്യങ്ങളും വരുത്തുന്നത്, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നത് ശ്രദ്ധിക്കുക. പിന്നെ നാച്ചർ ആൻഡ് കോസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. ഒരു സോഷ്യൽ ബിഹേവിയറും സാധാ ഒരു ബിഹേവിയർ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ സാധാ ബിഹേവിയർ മേ ബി നമ്മൾ ബാക്കിയുള്ള സൈക്കോളജിയിൽ ഡെഫിനേഷൻ ചെയ്ത പോലെയല്ല സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സെറ്റിംഗ്സിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന, നമ്മൾ അവിടെ കാണിക്കുന്ന ബിഹേവിയർ അത് ഒരിക്കലും നമ്മുടെ റിയൽ ആയിട്ടുള്ള ബിഹേവിയർ ആവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ബിഹേവിയർ ആവണമെന്നില്ല. ഡിഫറെന്റ് ബിഹേവിയർ ആയിരിക്കാം ഡിഫറെന്റ് സോഷ്യൽ സെറ്റിംഗ്സിൽ. അതിന്റെ നാച്ചറും അതിന്റെ കോസസും ഒക്കെയാണ് ഈ ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് മെയിൻ ആയിട്ട് പഠിക്കുക. അപ്പൊ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഒരു ഇൻഡിവിജ്വലിന്റെയും ഗ്രൂപ്പിന്റെയും ഡിഫറൻസസ്. ഇപ്പൊ മേ ബി പറയുകയാണെങ്കിൽ ഞാൻ എന്നുള്ളൊരു ഇൻഡിവിജ്വൽ ഉണ്ട്, അതുപോലെ തന്നെ ഞാനുള്ളൊരു ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ രണ്ടിലും എനിക്ക് എന്റെ ഒരു പേഴ്സണൽ വാല്യൂസും കാര്യങ്ങളും ആ ഗ്രൂപ്പായിട്ട് യോജിക്കാണ്ടിരിക്കാം. അപ്പൊ അതിൽ വരുന്ന ആ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇപ്പൊ മേ ബി ഞാൻ പറയുകയാണെങ്കിൽ കുറെ പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ആ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോയി ചേർന്ന് അപ്പൊ എന്റെ കുറച്ച് വാല്യൂസും കാര്യങ്ങളും നമ്മൾ മെയിൻ ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ആൾക്കാർ ചെയ്യുന്ന നമ്മുടെ വാല്യൂസ് ആയിട്ട് ഒത്തുപോകുന്ന ഒരു ഗ്രൂപ്പിൽ നമ്മൾ പോയി ചേരുന്നു. അപ്പോൾ അവിടെ പോയി ചേർന്ന് മേ ബി ഒത്തു പോവാത്തതാണെങ്കിലോ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് പോയി ചേർന്നതായിരിക്കാം. ഒത്തു പോകുന്നില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഒത്തു പോകണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. അത് ഏതൊരു സെറ്റിംഗിലും ആവാട്ടോ. മേ ബി ഒരു ഫാമിലിയിലായിരിക്കാം. ഒരു ഫാമിലിയുടെ കാര്യം നോക്കുമ്പോൾ എനിക്ക് നമ്മളതിൽ ജനിച്ചു, നമ്മളെ ചോയ്സ് അല്ല ഒരു ഫാമിലിയിൽ ജനിക്കുക, നമ്മളതിൽ ജനിച്ചു പോയി. ചിലതാണെങ്കിൽ എന്താ, നമുക്ക് നമ്മുടെ ആ ഫാമിലിയുടെ വാല്യൂസും കാര്യങ്ങളായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റും. ചിലതാണെങ്കിൽ എന്താ, നമുക്ക് പറ്റില്ല. നമുക്ക് അതിന്റെ വാല്യൂസും കാര്യങ്ങളും പല കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ അടുത്ത പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ. നമുക്ക് ഇന്ററാക്ഷൻ നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വസ്തുക്കളായിട്ടും പലരുമായിട്ടും പല സിറ്റുവേഷനായിട്ടും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ററാക്ഷന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു രീതി എന്തൊക്കെയാണെന്നതാണ് പഠിക്കുന്നത്. പിന്നെന്ന് പറയുമ്പോൾ എന്താ, വേറൊരാളുടെ പ്രസൻസിൽ നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് അടുത്തത് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നേരത്തെ പോലത്തെ ക്യൂട്ട്നെസ് എന്ന സംഭവം കേട്ടോ. അപ്പൊ എന്താ, കുറച്ച് ആൾക്കാർ നോക്കി നിൽക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ക്യൂട്ട്നെസ് ഇടും ഇല്ലേ. അതുപോലെ തന്നെ ആണുങ്ങൾ ഇപ്പൊ എന്താ, ബോയ്സിനൊരു സ്വഭാവം ഉണ്ട്. ഇത് ശ്രദ്ധിക്കാൻ വെച്ചാൽ ആരെങ്കിലും നോക്കണ്ടെങ്കിൽ മുടി ഇങ്ങനെ സ്റ്റൈലാക്കും. അവർ ഫസ്റ്റത്തെ സംബന്ധിച്ചിട്ട് മുടി സ്റ്റൈലാക്കിയ ഫുൾ പെർഫെക്റ്റ് ആയി എന്നൊക്കെ അർത്ഥം. അപ്പോ ആ ഒരു പ്രസൻസിൽ നമുക്ക് വരുന്ന കുറച്ച് എന്താ ബിഹേവിയർ ചേഞ്ചസും കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ നാച്ചുറൽ ആൻഡ് കോസ്, എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അടുത്ത് ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സയന്റിഫിക് സ്റ്റഡി ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആകുമ്പോൾ അതിനെ കുറിച്ച് ഗോൾസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിയുടെ ഗോൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻസിന്റെ ബിഹേവിയർ എങ്ങനെ ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ സെറ്റിംഗ്സ് ഇൻഫ്ലുവൻസ് ആവും തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഫോക്കസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്. നമ്മൾ എന്താ സൈക്കോളജിസ്റ്റ് ആണ്, നമുക്ക് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റും കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ്, നമ്മളൊരു ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോ അതില് എന്താ പറയുന്ന ഈ ഇൻഫ്ലുവൻസ് പല കാര്യം, സോഷ്യൽ തോട്ട്സ്, ആക്ഷൻസ് ഉണ്ടാവും, കൾച്ചർ, സോഷ്യൽ നോംസ്, അതൊക്കെയാണ് നമ്മുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാം. ആ ഇൻഫ്ലുവൻസിനൊക്കെയാണ് ലക്ഷ്യം ഇവിടെ സോഷ്യൽ സൈക്കോളജിയുടെ ലക്ഷ്യം. അതിനൊക്കെ പഠിക്കാനുള്ളതാണ് സോഷ്യൽ സൈക്കോളജി ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു
അവരുടെ ആ ഒരു ബിഹേവിയർ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് അവരുടെ ആക്ഷൻസിനും തോട്ട്സിനും ആ ഒരു കൊഗ്നിറ്റീവ് പെർസെപ്ഷൻ അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആ സോഷ്യൽ നോംസ്, എൻവിയോൺമെന്റ്, അതിനൊക്കെ ആ ജനറ്റിക്സ് അതിനൊക്കെ നമ്മുടെ ആ ഒരു ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ പഠിക്കലാണ് ഈ സോഷ്യൽ സൈക്കോളജിയുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണുള്ളത് ഈച്ചായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ആണ് ആക്ഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഒരു നമ്മുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഒരു ഫാക്ടറാണ് ആക്ഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതേഴ്സ്. അപ്പൊ നമുക്ക് പറയാറുണ്ട് ഇറ്റ് ഹേർട്സ് മീ എന്നൊക്കെ പറയാറില്ലേ, അതെന്താ ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്ത കാര്യം നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോഴാണ്, നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ, അതെങ്ങനെയായിട്ട് ഹേർട്ട് ചെയ്യണത്, അത് ആ അവരുടെ ആക്ഷൻസ് അവരുടെ സ്വഭാവം ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെ. അപ്പോൾ ഡയറക്ട്ലി ആവാം, ഡയറക്ട്ലി അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ നമ്മള് ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, ബോഡി ഷേമിംഗ് പലപ്പോഴും ഡയറക്ട്ലി ഒരു ഹ്യൂമർ എന്നുള്ള നിലയ്ക്ക് വരുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് ഹേർട്ടും കാര്യങ്ങളാണ്. അപ്പൊ ഈ ആക്ഷൻസും കാര്യങ്ങളും ചിലർക്ക് ഹേർട്ട്ഫുൾ ആയിരിക്കും, മേ ബി ചിലർക്ക് അത് തമാശയായിരിക്കും. അങ്ങനെ പല പല ആക്ഷൻസ് നമ്മൾ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി വേർഡ് ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആക്കുന്നുണ്ട്. ഫസ്റ്റ് ആണ് ബിഹേവിയർ എന്ന് പറഞ്ഞത്. രണ്ട് ബിഹേവിയർ അപ്പിയറൻസ് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഫസ്റ്റത്തെ എന്താ ഡയറക്ട്ലി നമ്മളിപ്പോ എന്താ നമ്മുടെ ഡയറക്ട്ലി എങ്ങനെ ബാക്കിയുള്ളവരെന്നെ എഫക്ട് ചെയ്യാം ഒരു ബിഹേവിയർ എന്ന് പറയുകയാണെങ്കിൽ ഒരാള് എന്റെ ഭയങ്കരമായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാ നടന്നു പോകുമ്പോ മൈൻഡ് ചെയ്തില്ല, അപ്പൊ അവരുടെ ആ ഒരു ബിഹേവിയർ മേ ബി എന്തെങ്കിലും റീസൺ കാണും, ബട്ട് സ്റ്റിൽ നമ്മളെ എഫക്ട് ചെയ്യും ഇല്ലേ. അതിനെപ്പോലെ തന്നെ അപ്പിയറൻസ്, എങ്ങനെയാണ് അവർ നമ്മളെ ഫിസിക്കൽ ട്രേറ്റ് ഒരു അട്രാക്റ്റീവ്നെസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു അവരുടെ ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, വെൽ പോസ്റ്റുള്ള ഒരു മനുഷ്യൻ നമ്മൾ ഒരു ട്രീറ്റ് ചെയ്യണ പോലെയല്ല, എന്തായാലും ഒരു കുറച്ചും കൂടി ഒരു ഡ്രസ്സൊക്കെ കീറിയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഗ്രൂം ചെയ്യാത്ത ഹൈജീൻ ഇല്ലാത്തൊരു മനുഷ്യൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ മേ ബി അത് തെറ്റാന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മൾ അങ്ങനെയാണ്, ബിക്കോസ് വി ആർ ഹ്യൂമൻസ്. നമ്മൾ അപ്പിയറൻസും ആക്ഷൻസും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറും ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ കൊഗ്നിറ്റീവ് പ്രോസസ്സാണ്. നമുക്കറിയാം നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സ് അതൊരു ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ ഇവന്റ് മാത്രമല്ല, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ മെന്റൽ പ്രോസസ്സിങ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ പറയുന്നത്. ഇപ്പൊ മെയിനായിട്ട് സോഷ്യൽ കൊഗ്നീഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്താ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതും നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ഒരാളെ പറ്റി സ്റ്റോർ ചെയ്യുന്നതും അതൊക്കെ നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പോ ഒരു സ്ഥലത്തേക്ക് പോയപ്പോ ഒരു കുട്ടീനെ കണ്ടപ്പോ നമ്മള് ഫസ്റ്റ് പെർസീവ് ചെയ്യുന്ന ജാടക്കാരി ആയിരിക്കും, അവള് ജാടക്കാരിയായിരിക്കും. അപ്പൊ ജാടക്കാരിയെ നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കില്ല. നമുക്ക് സംസാരിക്കാൻ നമുക്കൊരു മടി ഉണ്ടാവും. മേ ബി അവര് നമ്മളെ പറ്റി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ മേ ബി പക്ഷെ സാധാരണ ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് അങ്ങനെ വിചാരിച്ചവരൊക്കെ ആയിരിക്കും അവസാനം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആയിട്ട് വരിക. അപ്പൊ പക്ഷെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവര് ജാടക്കാരെ നമ്മൾ ജസ്റ്റ് ഒരു പെർസെപ്ഷൻ കൊടുക്കും, അത് നമ്മൾ മെമ്മറിയിൽ ഇൻഫോർമേഷനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അത് നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷനെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യും. മേ ബി നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പോവില്ല, അങ്ങനെയൊക്കെ വരും. അതാണ് സോഷ്യൽ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്റർപ്രിറ്റേഷൻ നമ്മളൊരു സിറ്റുവേഷനെ നമ്മളായിട്ട് തന്നെ റീഡ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ റീഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അടുത്ത ഈ ഒരു ഇന്റർപ്രിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോ ഒരു ആക്സിഡന്റ് നടന്നു നോക്കുക, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം. എമർജൻസി നമ്മൾ ഫസ്റ്റ് എമർജൻസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ആംബുലൻസ് വിളിക്കുക, കാര്യങ്ങൾ വിളിക്കുക. മേ ബി നമ്മൾ ചിലവർ തന്നെ ഭയങ്കര എന്താ പറയാ സീരിയസ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാം. ചിലർ തന്നെ ഒരു കോൾ മാറ്റർ ടു മീ എന്നുള്ള രീതിക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം. ചിലർ തന്നെ ഒരു ന്യൂട്രൽ മട്ടിൽ ഓക്കെ ആംബുലൻസ് വിളിക്കാം, അവര് കൊണ്ടുപോയിക്കോളും എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ പലരും പല ഇന്റൻസിറ്റിയിലായിരിക്കും ഇന്റർപ്രിറ്റ് ഉണ്ടാവും, പല രീതിക്കായിരിക്കും ഇന്റർപ്രിറ്റേഷൻ നടത്തുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുന്നതും കാര്യങ്ങളും പല രീതിക്കായിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു സൊസൈറ്റി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ ട്രോമ എന്നൊക്കെ പറയാറില്ലേ, അത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ചില ട്രോമാസ് നമ്മൾ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില പ്രോസസ്സിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നെ എനിക്ക് പണ്ടൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു നിൽക്കാം. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടായത് ഒരു ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോയപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ്. അപ്പൊ ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു മെമ്മറി കാരണം നമ്മൾ ആ ഒരു പിന്നെ പോകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കരമായിട്ടൊന്ന് ഓവർ കൺസേൺ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് ആ റെഡ്യൂസ് ചെയ്യും പോലെ. അപ്പൊ അത് ട്രോമയുടെ വരും. പേടിയാണെങ്കിൽ പിന്നെ നമ്മളത്
അങ്ങനെ അത്ര അധികം ചെയ്യില്ല. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പൊ നമ്മുടെ പാസ്റ്റ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ മേ ബി എനിക്കൊരു പാസ്റ്റില് ഞാൻ ഒരു പെൺകുട്ടിയോട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവരുടെ ആ കുട്ടിയുടെ എനിക്ക് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ഫീലിങ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഉള്ളിൽ പിന്നെ എനിക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ആണ് അവിടെ കിട്ടുക. അപ്പൊ നമ്മുടെ കറന്റ് സോഷ്യൽ റിയാക്ഷൻ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് പ്രോസസ്സിൽ പറയുന്നത്. അപ്പൊ മെയിനായിട്ട് എന്താ സോഷ്യൽ കോഗ്നിഷൻ, ഇന്റർപ്രിറ്റേഷൻ, മെമ്മറി, ഇതൊക്കെ നമ്മുടെ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ആക്ഷൻസ് ആ ക്യാരക്ടർ ബാക്കിയുള്ളവരുടെ ആക്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ എങ്ങനെ എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സും കാര്യങ്ങളും നമ്മുടെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ എങ്ങനെ എഫക്ട് ചെയ്യും. ഈ രണ്ട് കാര്യം പഠിച്ചു. അതിനുശേഷം വരുന്നതാണ് എന്താ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് പറയുന്നത്. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ എൻവിയോൺമെന്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചെറിയൊരു ചൂട് കൂടിയാൽ മതി നമുക്ക് ചിലപ്പോൾ ഭ്രാന്ത് വരും, തലവേദന വരും, അടുത്ത് കിടക്കുന്ന ആളെ പിടിച്ച് നീക്കി കിടത്തും. കാരണം നമുക്ക് ആ ചൂട് കാരണം നമുക്ക് വരുന്ന ആ ഫ്രസ്ട്രേഷൻ ആണ്. അപ്പൊ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവുന്നില്ല. മേ ബി അഗ്രസീവ് ആവാം ആരെങ്കിലും വരുന്നത്. അതൊരു ബിഹേവിയറൽ ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് പുറത്തു പോകാൻ തോന്നില്ല, അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്കൂൾ സെറ്റിങ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ആക്കി ഒരു ബെഞ്ച് ഡെസ്ക് എന്നുള്ള രീതിക്ക് ആക്കി ടീച്ചർ ഫ്രണ്ടിൽ നടക്കുന്നത്, ആ സെറ്റിങ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു റെസ്പെക്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സറൗണ്ടിങ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു പെർഫോമൻസിനെയും കാര്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഈ കാര്യം എൻവയോൺമെന്റിന് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റിനെ എക്സ്റ്റേണൽ ആക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഞാനിപ്പോ ഒരു സ്കൂളിൽ പോയപ്പോ ലൈബ്രറിയില് ഡെസ്കും ബെഞ്ചില്ല, ജസ്റ്റ് ബുക്സ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ അധികം പോവില്ല, കാരണം ബുക്ക് എടുക്കുക പോരാ, അവിടെ ഇരുന്ന് പഠിക്കണ കാര്യം കുറയും ഇല്ലേ. അപ്പൊ അവിടെ എന്തായാലും നമ്മൾ വേറെ എവിടെയെങ്കിലും മൂലക്കൊന്ന് പോയി പഠിക്കാൻ ശ്രമിക്കില്ല മിക്കവരും, അത് പറയും. ബട്ട് നമ്മൾ വേറെ സ്ഥലം നോക്കുകയാണ്, ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ കയറി ചെല്ലുന്നു, നല്ല രസമുള്ള ഒരു സ്ഥലത്ത് ഓരോരോ റൂംസും കാര്യങ്ങളും ഓരോ സ്റ്റഡി ടേബിൾസും കമ്പ്യൂട്ടേഴ്സും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സെറ്റിങ്സ് ആണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അവിടെ പോയി ബുക്ക് എടുക്കാനാണെങ്കിൽ പോയി നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പഠിക്കാൻ തോന്നും ഇല്ലേ. അപ്പൊ ആ ഒരു സെറ്റിങ്സും നമ്മുടെ പെർഫോമൻസിനെയും കാര്യങ്ങളിലും ബാധിക്കും. അതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. പിന്നെന്താ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടില്ലേ. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നമ്മളിങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ എത്ര കാലം അബ്രോഡ് ജീവിച്ച ആളായാലും ഒരു മലയാളിയുടെ സ്വഭാവം അല്ലെങ്കിൽ മലയാളിയുടെ ഒരു രീതി അവിടെ എടുക്കുന്നൊക്കെ പറയാറില്ലേ. അതൊക്കെയാണ് ഇവിടെ ഈ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ഡീപ്ലി നമ്മുടെ ഉള്ളിൽ പതിഞ്ഞൊരു സംഭവമാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ മേ ബി നമ്മൾ അവിടെ വളർന്നാൽ പോലും നമ്മുടെ കൾച്ചർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഈ വെഡിങ് കാര്യങ്ങൾ, നമ്മൾ ഇന്ത്യക്കാർ മാത്രമേയാണ് വെഡിങ് ഇത്ര അധികം ആയിട്ട് നടത്തുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് ഒരു സൈൻ ആണ് വെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വത്തിന്റെ ഒരു 3/4 ഭാഗം വെഡിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന കൾച്ചറാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു കൾച്ചറും ആ ഒരു ബിഹേവിയറും നമ്മൾ ഭയങ്കര പ്രൗഡായി കാണുന്നുണ്ട് ഇല്ലേ. ആ ഒരു ബിഹേവിയർ വെച്ചിട്ട് നമ്മുടെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മുടെ കാഴ്ചപ്പാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസ്. അപ്പൊ ഇതിൽ നമ്മുടെ മാരേജസിനോടുള്ള വ്യൂ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ മാരേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈവേഴ്സ് എന്നൊക്കെ പറയുന്നത് മേ ബി കുറച്ച് ഈ ഒരു സമയം വരെയൊക്കെ എന്താ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അതൊരു കോംപ്ലക്സ് ആണ്. അത് ഡൈവേഴ്സ് ചെയ്ത ഒരാളെ ഒരാൾ കാണുന്ന രീതി, ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാരേജ് പ്രപ്പോസൽസ് വരേണ്ട അളവും കാര്യങ്ങളും. ബട്ട് ഒരു അബ്രോഡ് എന്നുള്ള നിലയ്ക്ക് ഒരു യൂറോപ്യൻ കൺട്രീസിൽ ഡൈവേഴ്സ് ഇസ് ലൈക്ക് കോമൺ ആണ്. അവിടെ ആ ഒരു ഡൈവേഴ്സ് കഴിഞ്ഞ ആൾക്ക് മാരേജ് പ്രപ്പോസൽസ് കിട്ടാണ്ടിരിക്കുക അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഇതാണ് ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പലതിനെയും നോക്കി കാണുന്ന രീതി പല രീതിക്കാണ്. പിന്നെന്ന് പറയുന്നത് ബയോളജിക്കൽ ആൻഡ് ഇവല്യൂഷണറി ഫാക്ടർ. ഇതിന് റോൾ ഉണ്ട്, ബട്ട് നമുക്ക് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പറ്റുന്ന ചേഞ്ച് ആക്കാൻ പറ്റുന്ന റോളല്ല. നമുക്ക് ഒരു ജനറ്റിക് ആയിട്ട് എവല്യൂഷൻ ആയിട്ട് നമുക്ക് കുറച്ച് ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് മെക്കാനിസംസും കുറച്ച് ഫിയേഴ്സ് ആയാലും കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ് ആയാലും നമുക്കൊരു എവല്യൂഷണറി ജനറ്റിക്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ നോക്കുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി ഇതിൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതിൽ കാണാം ഒരു ചാർട്ട് കൊടുത്താൽ എന്താ ഇൻഡിവിജ്വലിന്റെ ലൈഫ് സ്റ്റൈല്, അവരുടെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്, ആ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ജനറൽ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ എൻവയോൺമെന്റ് കണ്ടീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിലെന്താ ഒരു ഇൻഡിവിജ്വൽ ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ എല്ലാ ഫാക്ടേഴ്സും ഇതിൽ ഇൻവോൾവ് ചെയ്യും. ഓക്കെ,
ഇതൊക്കെയാണ് കേട്ടോ ഗോൾസ്. അപ്പൊ ഗോൾസ് നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കുക. നമ്മൾ എപ്പോഴും സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. എക്സാമ്പിൾസ് അതിന്റെ കൂടെ എഴുതുക. പിന്നെ ഇതിൽ കൂട്ടിയിട്ടില്ല, നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ എക്സാമ്പിൾസും കാര്യങ്ങളും ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ പഠിക്കാം. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, ആക്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതേഴ്സ്, ബാക്കിയുള്ളവരുടെ ആക്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും. അപ്പോൾ നമ്മുടെ ഇപ്പൊ വീട്ടുകാരൊക്കെ ചോദിക്കുന്നത്, നീ എന്തിനാണ് അവരുടെ കാര്യം കൊണ്ട് നീ വിഷമിച്ചിരിക്കണത്? ഇനിയിപ്പോ പറയാ അവരുടെ കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, അതുകൊണ്ടാണെന്ന് പറയാ. ബട്ട് ഒരു പരിധിവരെയൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റണം. പിന്നെ കോഗ്നിറ്റീവ് പ്രോസസ് നമ്മുടെ തന്നെ ചിന്താഗതികളും കാര്യങ്ങളും, നമ്മുടെ മെമ്മറി, നമ്മുടെ ഇന്റർപ്രിറ്റേഷൻ, നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവേഷൻ ഒക്കെ നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ബയോളജിക്കൽ ആൻഡ് എവല്യൂഷണറി ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഗോൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്താണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജി. എന്റെ സയന്റിഫിക് നാച്ചർ എന്താണ്? സോഷ്യൽ സൈക്കോളജിയിൽ ഒരു നാച്ചർ എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇത്ര ഗോൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ആ ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ഒരു എന്താ അതിന്റെ ഒരു രീതി, അതിന്റെ നാച്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് മെയിൻ ആയിട്ട് പറഞ്ഞ പോലെ സയൻസ് എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസിന്റെ പുറത്തുണ്ടാക്കിയ കാര്യമല്ല. ബട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, സയൻസിന് കുറച്ച് പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനൊക്കെ പുറത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. 5 പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സിന്റെ പുറത്താണ് ഏതൊരു സയൻസും നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ അതിൽ ബേസ് ചെയ്തിട്ടാണ് സോഷ്യൽ സൈക്കോളജിയും കാര്യങ്ങളും മൂവ് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ, എല്ലാ സൈൻസിലും ഫാക്ട്സ്, ഒബ്സർവ്ഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ആക്കണം. കാരണം നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന ഫാക്ട്, നമുക്ക് ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന, ഒബ്സർവ് ചെയ്ത് കാണുന്ന കുറച്ച് സത്യങ്ങൾ നമ്മൾ ഇതിൽ ഇൻവോൾവ് ആണ്. പിന്നെ എന്ന് പറയുന്നത് ഒരു മെത്തഡോളജി. ഓൾ സയൻസ് ഹാവ് ഫോർമൽ മെത്തഡോളജി വിച്ച് ആർ സിസ്റ്റമാറ്റിക്കലി പ്രൊഡ്യൂസസ് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ. നമ്മളൊരു ഡാറ്റ എന്തായാലും വേണം. കാരണം എന്താ വെച്ചാൽ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഡാറ്റ വേണം. ആ ഡാറ്റ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സും സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സും മെത്തേഡ്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ആ മെത്തേഡ്സും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഈ 4 കാര്യങ്ങളുണ്ട്: ആക്യുറസി, ഒബ്ജക്റ്റിവിറ്റി, സ്കെപ്റ്റിസിസം, ഓപ്പൺ മൈൻഡ്നെസ്. ഈ രീതിക്ക് വേണം ഡാറ്റ കളക്ട് ചെയ്യേണ്ടതും അത് മൂവ് ഫോർവേഡ് ചെയ്യുന്നതും. ഈ കറക്റ്റ് ഈ രീതിക്ക് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ അത് സയന്റിഫിക് സ്റ്റഡി ആവുള്ളൂ. ആക്യുറസി എന്താ, കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ഇറർ ഫ്രീ മാനറിൽ, ഇറേഴ്സ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ കൊടുക്കാം. പിന്നെന്ന് പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസ് അതിൽ പാടില്ല. കറക്റ്റ് ഒബ്ജക്റ്റിവിറ്റിയില് ബയാസ് ഇല്ല, എൻ്റെ ഒരു ഹ്യൂമൻലി ബയാസസോ കാര്യങ്ങളോ അതിൽ വരാൻ പാടില്ല. അങ്ങനെ അതിൽ പോകാൻ പാടില്ല. അതാണ് ഒബ്ജക്റ്റിവിറ്റി. സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക. നമുക്കൊരു ചേഞ്ച് ഇപ്പൊ വെരിഫൈ ചെയ്തിട്ട് റിപ്പീറ്റഡ്ലി വെരിഫൈ ചെയ്യാൻ ഫസ്റ്റ് തന്നെ കറക്റ്റ് ആവുന്നുള്ള ഒരു വിചാരമല്ല. നമ്മൾ കറക്റ്റ് ആയാൽ പോലും അത് വെരിഫിക്കേഷന് കൊടുക്കാം. അത് തെറ്റാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കാം. അപ്പൊ ഒരു ഓപ്പൺ മൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സജഷൻസും കാര്യങ്ങളും ഒരു കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിക്കുക നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാം. അതൊക്കെയാണ് ഒരു സയന്റിഫിക് റിസർച്ചിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താ, ഫാക്ട്സിന്റെ അക്യുമുലേഷനും ജനറലൈസേഷനും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആവും. കാരണം നമ്മൾ എല്ലാ ഫാക്ട്സും കളക്ട് ചെയ്ത് അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ തിയറീസ്, അതൊക്കെ നമ്മൾ തിയറീസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിലത്തെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു ഫിനോമിനെ പ്രെഡിക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി സയൻസിന് വേണമെന്നാണ് പറയാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ പറ്റി പഠിക്കുകയാണ്. അപ്പൊ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സോഷ്യൽ സെറ്റിംഗ്സിൽ എങ്ങനെയാവാം എന്നുള്ളത് പ്രെഡിക്റ്റും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 കാര്യം സയൻസിന് വേണം എന്നാണ്, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു നാച്ചർ ആണെന്നാണ് ഇതിവിടെ പറയുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. 5 കാര്യത്തിന്റെ ഉള്ളില് ഒരു മെത്തേഡ്സും പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഏത് റൂട്ടിലൂടെ പോണത് എന്നുള്ള ഒരു കുറച്ച് 4 കാര്യങ്ങളാണ്. ആക്യുറസി, ഒബ്ജക്റ്റിവിറ്റി, സ്കെപ്റ്റിസിസം, ഓപ്പൺ മൈൻഡ്സ്. അതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുടെ സയന്റിഫിക് നാച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കി പോവാം. നിങ്ങൾ നന്നായി പഠിക്കേണ്ട കാരണം നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്നൊരു 5 മാർക്സ് അല്ലെങ്കിൽ ഒരു 50 മാർക്സ് വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പൊ അതിലൊക്കെ ചോദിക്കുമ്പോൾ എന്താ, നമ്മൾ ആദ്യം സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനേഷൻ എഴുതാം. ജസ്റ്റ് ആദ്യം ഓവർവ്യൂ കൊടുക്കുക, ഡെഫിനേഷൻ എഴുതാം, ഡെഫിനേഷൻ ഗോൾസ്, ഒരു 4 കൺസേൺസ് എഴുതാം, ഗോൾസ് എഴുതാം, നാച്ചർ എഴുതാം. പിന്നെ വേണമെങ്കിൽ ഹിസ്റ്ററിയും കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയും കാര്യങ്ങളും, ഒരു ഓവർവ്യൂ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഹിസ്റ്ററി എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് എന്താ, ഹിസ്റ്ററി എഴുതണം എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിനെ പറ്റി പഠിക്കണ്ടേ. അപ്പോൾ ഹിസ്റ്ററിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആദ്യം ഇതിൽ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ആ ഒരു പേരും അവരെന്ത് ചെയ്തു എന്നുള്ളത് മാത്രമാണ്
നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ, കുറച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഹിസ്റ്ററി എഴുതുമ്പോൾ ഒട്ടും മറക്കാണ്ട് എഴുതേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെന്താ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹിസ്റ്ററി മെയിൻ ആയിട്ട് നമ്മൾ പോകുന്നത് സോഷ്യോളജിക്കാണ്. സോഷ്യോളജി ഫസ്റ്റ് എന്താ, സോഷ്യോളജി ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജി എന്ന ഫീൽഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ സോഷ്യോളജിയിൽ നിന്ന് ഒരു നമ്മുടെ സൈക്കോളജിസ്റ്റ് കുറച്ച് ആൾക്കാർ, ഹെയ്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പണ്ടത്തെ സോഷ്യോളജിസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ആ സൊസൈറ്റി എങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള സ്റ്റഡീസ് ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ അതിലിങ്ങനെ ഒരു ഗ്രൂപ്പ് മൈൻഡിന്റെ ഒരു തിയറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ അത് കൊണ്ടുവന്നപ്പോഴാണ്, അപ്പൊ ആ ഒരു ഗ്രൂപ്പ് മൈൻഡും കാര്യങ്ങളും കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു, ഒരു സൊസൈറ്റി ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്നുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളും വന്നു തുടങ്ങി. അതിനുശേഷം അരിസ്റ്റോൾ ഒരു ഫസ്റ്റത്തെ ഒരു മേ ബി ഒരു മുന്നത്തെ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അരിസ്റ്റോൾ എന്ത് ചെയ്തു, ഒരു ഹ്യൂമൻസിനെ സോഷ്യബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ഒരു ഇമേജ് കൊണ്ടുവന്നു. സോഷ്യൽ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സ്, എന്തായാലും സൈക്കോളജി ഹ്യൂമൻ ബീയിങ്സ് വഴിയാണ് പഠിക്കുന്നത്. അപ്പൊ നാച്ചുറലി സോഷ്യൽ ബീയിങ്സ് പറയുമ്പോൾ സൊസൈറ്റിനെ പറ്റിയും പഠിക്കേണ്ടി വരും. അങ്ങനെയാണ് ഒരു സോഷ്യൽ സൈക്കോളജി ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് മെയിൻ സോഷ്യൽ പ്ലാറ്റോ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെന്റേഡ് തിയറി എന്താ, ഒരു ഇൻഡിവിജ്വലിന്റെ സ്റ്റേറ്റ് ഓഫ് കൺട്രോൾ, അവരുടെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ് എൻകറേജ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു തീമോട്. അത് തന്നെയാണ് ഹെയ്ഗൽ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മൈൻഡിന്റെ ഒരു ലിങ്ക് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ, അത് സോഷ്യൽ മൈൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ലസാറസ് ആൻഡ് സെയിന്റ്ലി വോൾക്കർ സൈക്കോളജി എന്നുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി, സോഷ്യൽ പ്രൊഡക്റ്റ് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു. കാരണം ലാംഗ്വേജും കമ്മ്യൂണിറ്റിയും കൂടിയിട്ടാണ് അതിനുശേഷം ഇതെന്നൊക്കെ പറയുന്നത് നേരത്തെ ഫസ്റ്റ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷനാണ്. ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു സോഷ്യൽ സൈക്കോളജി എന്നുള്ള നിലയ്ക്ക് വന്നിട്ടേ ഇല്ല. അവിടെ വേറെ കുറച്ച് തിയറീസിന്റെ ഇടയ്ക്ക് വന്ന കുറച്ച് കൺസെപ്റ്റ് ആണ് ഈ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജിനെ ഒരു എക്സ്പെരിമെന്റൽ സംഭവമാണ് ഫസ്റ്റ് കണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻസിൽ എക്സ്പെരിമെന്റ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് സോഷ്യൽ ലോഫിംഗ് തിയറീസും സോഷ്യൽ ഫെസിലിറ്റേഷൻ തിയറീസും സോഷ്യൽ നോംസിന്റെ തിയറീസും കാര്യങ്ങളൊക്കെ വരെ ഉണ്ടായി. അപ്പൊ ആ ഒരു സോഷ്യൽ ഫെസിലിറ്റേഷൻ തിയറിയിൽ ഗ്രൂപ്പിന്റെ വിത്ത് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു. അപ്പൊ ആ ഗ്രൂപ്പില് മെമ്പേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഈ തിയറീസിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം നമ്മുടെ റോസ് ആൻഡ് മാക്ഡിൽ 1908 ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റത്തെ എന്താ, ഈ മുന്നേ ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവർക്ക് ഗ്രൂപ്പ് ഇൻഡിവിജ്വല് അതെങ്ങനെ ഇൻഫ്ലുവൻസ് ആവും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സോഷ്യൽ സൈക്കോളജി എന്നുള്ള സംഭവം വന്നത് 1908. അതിനുശേഷം ഇന്ത്യയിൽ പിന്നെ വന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലാണ് 1928 കൽക്കട്ട യൂണിവേഴ്സിറ്റിയില് NN സെൻഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഷ്യൽ സൈക്കോളജിസ്റ്റ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നെയിമാണ് NN സെൻഗുപ്ത. 1928 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു സോഷ്യൽ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്ത് എപ്പോഴാന്ന് വെച്ചാൽ World War II ശേഷമാണ്. World War II നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ളൊരു സോഷ്യൽ അറ്റാക്കാണ് അവിടെ ഉണ്ടായത്. ഹിറ്റ്ലർ വന്നു. ഹിറ്റ്ലറിന്റെ കുറച്ച് രീതികളും കാര്യങ്ങളും പലരും സ്റ്റഡി ചെയ്തു തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഹിറ്റ്ലർ അവരുടെ കറക്റ്റ് ഒബീഡിയൻസ് ആയിട്ട് അവരുടെ ആർമീനെയും കാര്യങ്ങളെയും കൊണ്ടുപോകണ്ടായിരുന്നു. കാരണം എന്ത് ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ പോലും ആർമി ചെയ്യുന്നുള്ള നിലയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അവർ ഹ്യൂമൻസ് ആണ്, നാളെ അവർക്കെതിരെ ഈ പ്രശ്നം വരാം എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ പോലും ഒരു ഒബീഡിയൻസിന്റെ ഭാഗമായിട്ട് അവര് ബാക്കിയുള്ളവരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരുന്നു. അപ്പൊ ഈ ഒബീഡിയൻസ് എങ്ങനെയാണ് ഒരാളെ എങ്ങനെയാണ് ഒബീഡിയൻസ് കൊണ്ടുവരുന്നത്, അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഈ ഒബീഡിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഒരു അക്കാഡമിക് സെറ്റിംഗ്, ഒരു സ്കൂളില് അവിടുത്തെ സ്കൂൾ സെറ്റിങ്സ് ഞാൻ പറഞ്ഞ കുട്ടികള്, ഇപ്പൊ നമ്മൾ കുറെ കേസുകളും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. കുട്ടികൾ ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ഓടിപ്പിക്കുക ഇല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താ,
ടീച്ചേഴ്സിന് മേ ബി ഇഷ്ടമുണ്ടാവണമെന്നില്ല, ടീച്ചേഴ്സിന് അവരുടെ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇഷ്ടമുണ്ടാവും. ബട്ട് ആ ഒരു സ്കൂളിലെ രീതിയായ കാരണം അവരത് ഒബീഡിയന്റ് ആയിട്ട് അവര് ചെയ്യിപ്പിക്കുകയാണ് കുട്ടികളെ കൊണ്ട്. അപ്പൊ അവിടെ എന്താ, അപ്പൊ അവിടെ അവർക്ക് മെയിൻ ആയിട്ട് അവരുടെ ആ ഒരു അതോറിറ്റി എന്നുള്ള ഒരു സംഭവത്തിന് ഇത് ചെയ്യും, അവർക്ക് അവിടെ പ്രൗഡാണെന്ന് തോന്നുന്നത്. അല്ലാണ്ട് അവിടെ കുറ്റബോധം ആ കുട്ടിക്ക് വിഷമാവും എന്നുള്ളത് നല്ല തോന്നുന്നത്. അപ്പൊ മേ ബി അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ബട്ട് ആ ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ ഞാൻ, വേറെ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നല്ല, ഒന്നും എവിടെയും കുറ്റമായിട്ട് പോകരുത്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയണം. അതാണ് അവിടെ ഫസ്റ്റ് ഒരു ഒബീഡിയൻസ് എക്സാമ്പിളിന്റെ. ഹിറ്റ്ലറിന്റെ ഒബീഡിയൻസ് എങ്ങനെയാണ് ഹിറ്റ്ലർ കൊണ്ടുവന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു അവിടെ ഒരു കുട്ടീനെ പണിഷ് ചെയ്യാൻ പറയുമ്പോൾ ഒരു ടീച്ചർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും അത് തന്നെയാണ്. അപ്പൊ അവിടെ എന്താ, നമ്മളത് ആ സമയത്ത് തെറ്റാന്നുള്ളൊരു ചിന്ത നമുക്ക് പോവില്ല. അതാണ് ഒബീഡിയൻസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സമയത്ത് അവിടെ മെയിൻ ആയിട്ട് ആൾക്കാരിൽ നിന്ന് ഒരു വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആൾക്കാരുടെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര ചേഞ്ചും കാര്യങ്ങളും വന്നു, അതിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഒക്കെ വന്നു. അതുകൊണ്ടാണ് ആ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിനെ അവിടെ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ മെയിൻ ആയിട്ട് ഒബീഡിയൻസ് തിയറി, മിൽഗ്രാമിന്റെ ഒബീഡിയൻസ് തിയറി, എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഹാർംഫുൾ ചെയ്താൽ പോലും അതോറിറ്റി ഫിഗറിന് വേണ്ടി അത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു തിയറി കൊണ്ടുവന്നു. പിന്നെ കൺഫോമിറ്റി തിയറി. കൺഫോമിറ്റി തിയറി എന്താ, എല്ലാവരും സമ്മതിച്ചു പിന്നെ ഞാനും സമ്മതിക്കുക, സോഷ്യൽ റോൾസില് ആ ഒരു സംഭവങ്ങൾ കൊണ്ടുവരിക. അപ്പൊ അതൊക്കെയാണ് ഇവിടെ വന്നത്. പിന്നെന്ന് പറയുന്നത് പിന്നെ തിയറീസും കാര്യങ്ങളും വന്നു തുടങ്ങി. ഇപ്പൊ ഈ ഒരു സോഷ്യൽ സൈക്കോളജി എന്നുള്ള സംഭവത്തിന്റെ ബുക്കും വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിന്റെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് വന്നതിന് ശേഷം തിയറീസും കാര്യങ്ങളും വരാൻ തുടങ്ങി ഇതിനെ ബേസ് ആയിട്ട്. കാരണം എന്താ, ഒരു ഫീൽഡ് ഡിസിപ്ലിൻ വരുമ്പോൾ എന്തായാലും തിയറീസും കാര്യങ്ങളും വേണം. അപ്പൊ തിയറീസിൽ ആൽപോർട്ടിന്റെ ഫസ്റ്റ് രീതിയാണ് വന്നത് സോഷ്യൽ ഫെസിലിറ്റേഷൻ തിയറി. അപ്പോ എങ്ങനെയാണ് ഒരു ഓഡിയൻസ് ഹെൽപ്പ് വിത്ത് ദ ഈസ് ടാസ്ക് ബട്ട് ഹിൻഡേഴ്സ് ഡിഫിക്കൽട്ട് വൺസ്. എങ്ങനെയാണ് ഒരു ഓഡിയൻസ് ഈസി ടാസ്കില് ഹെൽപ്പ് ചെയ്യുന്നത് ബട്ട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കിൽ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കുന്നതും എന്നുള്ള എന്തുകൊണ്ടാണുള്ള കൺസെപ്റ്റ് ഒക്കെ. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി പഠിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ ലോഫിംഗ് ഒക്കെ. അപ്പൊ നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇതൊക്കെ പഠിക്കട്ടോ. അതിന്റെ ബന്ധുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി നമുക്ക് എല്ലാവർക്കും അറിയാം, ലേണിംഗ് തിയറിയിൽ വരുന്ന സംഭവം. അതും നമ്മുടെ ഒരു സോഷ്യൽ ലേണിംഗ് ആണ്, ഇങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ ഒരു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ ഫെസ്റ്റിംഗിന്റെ കോഗ്നിറ്റീവ് ഡിസോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. കോഗ്നിറ്റീവ് ഡിസോണൻസ് ഇല്ലേ, നമ്മുടെ ഒരു ബിലീഫും നമ്മുടെ ആ ഒരു ആക്ഷൻസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ സോഷ്യൽ ഡിസോണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലൊക്കെ നമ്മളിങ്ങനെ ചേരുകയാണ്. നമ്മൾ ചേരുന്ന സമയത്ത് മേ ബി നമ്മുടെ ഒരു വാല്യൂസ് ഒന്നായിരിക്കാം, വേറെ ഇരിക്കാം, പൊളിറ്റിക്കൽ പാർട്ടിയുടെ വാല്യൂ വേറെ ഇരിക്കാം. അപ്പൊ അവിടെ വരുന്ന കുറച്ചൊരു ഡിസ്കംഫോർട്ടും അതിനാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് നമുക്ക് വിളിക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരും. അതിനുശേഷമാണ് പിന്നെ ഒരു വെയിനറിന്റെ കുറച്ചും കൂടി ഒരു ന്യൂ തിയറീസ് ഒക്കെ പറഞ്ഞ ആട്രിബ്യൂഷൻ തിയറി. നമ്മൾ ആട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പഠിക്കട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ഫെയിലിയറിനെയോ സക്സസിനെയോ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ആട്രിബ്യൂഷൻ തിയറി. ആട്രിബ്യൂട്ട് ചെയ്യാൻ എന്താ, നമ്മൾ ആട്രിബ്യൂഷൻ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഒരു ഫെയിലിയറിനെയോ നമ്മുടെ ഒരു സക്സസിനെയോ റീസൺസ് കൊടുക്കുക, അതിനുള്ള റീസൺസ് കൊടുക്കുക എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഫസ്റ്റ് ലോക്കസ് ആണ്. അപ്പൊ ഇന്റേണൽ ലോക്കസ്, എക്സ്റ്റേണൽ ലോക്കസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ ഫെയിൽ ആയി ഒരു എക്സാമ്പിൾ. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇന്റേണൽ ലോക്കസ് എന്നുള്ള രീതിക്ക് ഞാൻ പറയാം, എന്റെ തെറ്റ് കാരണമാണ് ഞാൻ ഫെയിൽ ആയത്, ഞാൻ പഠിക്കാത്ത കാരണം കൊണ്ട് ഇന്റേണൽ ലോക്കസ്. എക്സ്റ്റേണൽ ലോക്കസ് ആണ് എന്താ ചെയ്യുന്നത്, നമ്മൾ പൊതുവെ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ടഫായിരുന്നു, പേപ്പർ ടഫായിരുന്നു, പിന്നെ ക്ലാസ് എടുത്തൊന്നും ശരിയായിട്ടില്ല. അപ്പൊ നമ്മൾ വേറൊരാൾക്ക് അതിന്റെ ഉത്തരവാദിത്തം കൊടുക്കുകയാണ്. സെക്കൻഡ് ആണ് സ്റ്റെബിലിറ്റി. അത് ആ ഒരു ഇതിന്റെ കോഴ്സ്, ഇപ്പൊ നമ്മൾ തോറ്റതിന്റെ അല്ലെങ്കിൽ ജയിച്ചതിന്റെ കോഴ്സ് സമയം കൊണ്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സമയത്ത് എക്സാം എഴുതിയത് കാരണമാണോ ഞാൻ തോറ്റത്, അല്ലെങ്കിൽ വേറൊരു സമയത്ത് എനിക്കൊരു ചാൻസ് ഞാൻ ജയിക്കുമോ, അതാണ് ആട്രിബ്യൂഷൻ, ആ ഒരു സ്റ്റെബിലിറ്റി. പിന്നെ കൺട്രോളബിലിറ്റി, നമുക്ക് എത്രത്തോളം ആ ഔട്ട്കം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമുക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഔട്ട്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ആ ഒരു അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതാണ് കൺട്രോളബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ബേസിസിലാണ് ഒരു ആട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറയാണ് പേപ്പർ ടഫ് ആയത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറഞ്ഞപ്പോ നമുക്കത് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തായാലും ഇപ്പോ വീട്ടുകാർ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയും, ചോദിക്കാത്ത രീതിക്ക് നമുക്ക് ആ ഒരു രീതിക്ക് പറഞ്ഞ് വെക്കാൻ പറ്റണം. ആ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും, ഓക്കെ വീട്ടുകാർ പറയും ഓക്കെ എക്സാം മേ ബി പറയായിരിക്കും ഓക്കെ ടഫായ കാരണമായിരിക്കും, ഇപ്പൊ നമ്മൾ അടുത്ത വട്ടം നോക്കാം. അങ്ങനെയൊക്കെ ആ ഒരു കൺട്രോളബിലിറ്റിയും കാര്യം ഇതൊക്കെയാണ് ആട്രിബ്യൂഷൻ തിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സുകളിൽ പറയണം, അതിന്റെ ആട്രിബ്യൂഷന്റെ ക്ലാസ്സസ് ഉണ്ട്, അതിലൊക്കെ പറയാം. അതിനുശേഷമാണ് മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ് കൊണ്ടുവന്നത്.
അപ്പൊ ആ ഒരു ഷോക്ക് എക്സ്പെരിമെന്റും കാര്യങ്ങളും ഈ ഒബീഡിയൻസ് തിയറിയിലും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണ് മിൽഗ്രാമിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അതോറിറ്റി ഫിഗർ കുറെ കുട്ടികളെ കൊണ്ടിരുത്തി അവർക്ക് അതോറിറ്റിന് കുറച്ച് സ്റ്റാഫുകളുണ്ട്. ഈ സ്റ്റാഫുകളോട് പറയാണ് ഷോക്ക് കൊടുക്കാൻ കുട്ടികൾക്ക്. അപ്പൊ അവര് ഒരു മടിയും കൂടാണ്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അതോറിറ്റി പറഞ്ഞെന്ന് വെച്ചിട്ട് എന്തും ചെയ്യും എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആ ഒരു ഹ്യൂമൻ ബിഹേവിയർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് വേദനിക്കും എന്നുള്ളതും ചെയ്തിട്ടില്ല. ഒരു 60% ആൾക്കാർ അതിലങ്ങനെ ചെയ്തു എന്നാണ് ആ ഒരു തിയറി പറയുന്നത്. അടുത്താണ് സ്റ്റാൻഫോർഡ് പ്രിസൺ തിയറി എന്ന് പറയുന്നത്. അതിൽ ഡി ഇൻഡിവിജ്വലൈസേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി ലോസ്. അപ്പൊ എങ്ങനെയാണ് ആൾക്കാരനെ ഒരു ഐഡന്റിറ്റി ലോസ് ആയി കഴിഞ്ഞാൽ അവര് സൊസൈറ്റിയിൽ ഒരു പാസീവായി പോകുന്നത്. നമ്മുടെ ഐഡന്റിറ്റി ആണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിറ്റി ഇല്ലെങ്കിൽ എന്താ റോൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ആ ഒരു തിയറീസിലും കാര്യങ്ങളും പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജിനെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനിയും സോഷ്യൽ സൈക്കോളജി ഡെവലപ്പിംഗ് ആണ്, ഒരു ഡെവലപ്പിംഗ് ഫീൽഡാണ്. പല പല എക്സ്പീരിയൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിയറീസ് ആദ്യം നമ്മളൊരു ഫിലോസഫിക്കൽ കണ്ടന്റ് കൊണ്ട്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബുക്ക് ഫോമിലും ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഒരു ഓവറോൾ രീതിക്ക് ബുക്ക് കൊണ്ടുവന്നു. കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു വേൾഡ് വാറിന്റെ സമയത്ത് കുറച്ചുകൂടി ഇതിന്റെ നീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു വേൾഡ് വാറിൽ വന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ബിഹേവിയറിലുള്ള ചേഞ്ചസും ആ ഒരു ഇൻഫ്ലുവൻസസും കൊണ്ടിട്ട് അതിനനുസരിച്ചുള്ള തിയറീസും കാര്യങ്ങളും പിന്നെ അതിൽ റിസർച്ചും കാര്യങ്ങളും നടന്നു. അതിനനുസരിച്ച് അതിന്റെ ഔട്ട്കം, അതിന്റെ റിസൾട്ടും കിട്ടി. അപ്പൊ അവിടെ വരുന്ന കുറച്ച് ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങോട്ട് സോഷ്യൽ സൈക്കോളജിയിൽ കണ്ടുപിടിക്കാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ നടത്തി. ഇപ്പോഴും സ്റ്റിൽ പല പല സോഷ്യൽ സെറ്റിംഗ്സിൽ പല പല സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിലും റിസർച്ചും കാണാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ച് നല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ചൊരു കഥ പോലത്തെ ഒരു ഹിസ്റ്ററി വേണമെന്ന് നമുക്ക് നോട്ട്സും കാര്യങ്ങളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഓവർവ്യൂ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ഒരു ഓവർവ്യൂ ആണ് എടുത്തത്. സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ബേസ് എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളത് പഠിക്കുക. ഇത് പറയുന്നത് ഇപ്പൊ ആര് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന ഒരാളോട് വേറൊരാൾ വന്ന് ചോദിക്കുകയാണ് എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞേക്കണ ഓരോ കാര്യങ്ങളും ഇനി വരുന്ന ഓരോ ചാപ്റ്ററിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസ് ഉണ്ടായി. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ചാപ്റ്ററിൽ ഓക്കെ ആട്രിബ്യൂഷൻ തിയറി പഠിക്കുമ്പോൾ എന്തിനാണ് സോഷ്യൽ സൈക്കോളജി ആട്രിബ്യൂഷൻ ചിന്ത വരും. അപ്പൊ എന്തിനാണ് എന്ന് ഈ ടോപ്പിക് ഇവിടെ എന്നുള്ള ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓവർവ്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നേക്കാളും മുന്നേ ഈ ക്ലാസ് എല്ലാവരും കാണുക, ഈ ടോപ്പിക് എല്ലാവരും ഈ ഒരു ഓവർവ്യൂ എല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, നമ്മൾ സോഷ്യൽ സൈക്കോളജി ബേസ് ആട്ടോ. അപ്പൊ എന്താണ് സോഷ്യൽ സൈക്കോളജി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് നിങ്ങൾക്ക് വിചാരിക്കുകയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യുക, അതിൽ ക്ലാസ് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ എപ്പോഴും സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെക്കും. നല്ല ഫണ്ണി ആയിട്ട് പഠിക്കാൻ പറ്റിയ കുറെ ടോപ്പിക്സ് ഉണ്ട് സോഷ്യൽ സൈക്കോളജി. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വരുന്ന കുറെ ടോപ്പിക്സും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മളതൊരു സയന്റിഫിക് രീതിയിൽ ഡെഫിനിഷൻ കൊടുത്തൊരു ഓർഗനൈസ് സെറ്റിംഗ്സ് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നന്നായി പഠിക്കുക. നോട്ട്സും കാര്യങ്ങളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. നോട്ട്സ് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.